നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എമർജൻസി ലൈറ്റ് നമ്മൾ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ എമർജൻസി ലൈറ്റ് അയച്ചിട്ട് അതിനുള്ളിലുള്ള ലെഡ് ആസിഡ് ബാറ്ററിക്ക് പകരം ലിഥിയം അയൺ ബാറ്ററി കയറ്റാം. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപാര ക്വാളിറ്റിയാണ്. ബോർഡൊക്കെ അടിപൊളി ബോർഡാണ്. ചാർജിങ്ങിൻ്റെ എന്തോ വിഷയമാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം അത് ഒഴിവാക്കിയിട്ടുണ്ടാവുക. ബോർഡൊക്കെ നല്ല ക്ലീനാണ്, നല്ല നീറ്റായിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഇതുപോലെ 3 സ്ക്രൂ അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലത്തെ 3 സ്ക്രൂ അയച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ അയച്ച് വേറെ തന്നെ ആക്കി വെക്കാം. 3 സൈഡിലേക്ക് ആയിട്ടാണ് 3 LED വരുന്നത്. ആ 3 LED വേറെ തന്നെ ആക്കി മാറ്റി വെക്കുക. ലെഡ് ആസിഡ് ബാറ്ററിയാണ് അതിൽ വരുന്നത്, ആ കറുപ്പ് കാണുന്നത്. അത് ഒഴിവാക്കിയിട്ട് ലിഥിയം അയൺ ബാറ്ററി എടുക്കുക. പിന്നെ ചില ബോർഡിന് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കണക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം കണക്ഷൻ കൊടുക്കുക. അപ്പം തൽക്കാലം നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വയറും ഒന്ന് കണക്ട് ചെയ്ത് സോൾഡർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അയക്കുന്ന നേരത്ത് LED മുകളിൽ നിന്ന് ഒരു വയർ വിട്ടുപോയിരുന്നു. അപ്പം അതൊന്ന് ഫിറ്റ് ചെയ്യണം. നെഗറ്റീവ് വയറാന്ന് തോന്നുന്നത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഫിറ്റ് ചെയ്ത് ബാറ്ററിനോട് കണക്ഷൻ കൊടുത്തു. നമുക്ക് ബോർഡിൽ കണക്ട് ചെയ്തപ്പം തന്നെ ഓണായി. 3 LED വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട്. ഒരു ബട്ടണാണുള്ളത്. ഓരോ തവണ പ്രസ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് കത്തി വരിക. 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 LED കത്തി നിൽക്കും, നല്ല ബ്രൈറ്റായിട്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അയച്ചിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയച്ചുകൊണ്ട് മാറ്റി ഇതിൻ്റെ AC കോഡ് കണക്ട് ചെയ്ത് നോക്കിയതാണ്. AC കോഡ് കണക്ട് ചെയ്തപ്പോൾ ഹൈ വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഹൈ വോൾട്ടേജ് ആണോ അതിൽ വരുന്നത്, DC ആണ് ഔട്ട് വരുന്നത്, ഓവർ വോൾട്ടേജ് ആണത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് പവർ ബാങ്കിൻ്റെ മൊഡ്യൂൾ, സിംഗിൾ ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധാ പവർ ബാങ്കിൻ്റെ മൊഡ്യൂളുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കി. അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കണക്ട് ചെയ്തു. അതിൻ്റെ ബോർഡിലേക്ക് ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്യാം. നെഗറ്റീവ് കണക്ട് ചെയ്ത് പോസിറ്റീവ് കണക്ട് ചെയ്യാം. അതിനുശേഷം ഒന്ന് ചാർജ് ചെയ്ത് നോക്ക്, ചാർജ് കയറുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് ആ AC കണക്ടറിൻ്റെ സ്പേസിലാണ് നമുക്ക് ഈ ചാർജ് മൊഡ്യൂൾ വെക്കാനുള്ളത്. സൈഡിലുള്ള എല്ലാ LED അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. കുറച്ച് നേരം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നോക്കിയതിന് ശേഷം എന്താ അവസ്ഥ നോക്കാം. പിന്നെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിന് മുകളിൽ നിന്ന് അയച്ച ക്യാപ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. പിന്നെ AC-ൻ്റെ വയർ കണക്ട് ചെയ്യുന്ന അത് ഒഴിവാക്കിയിട്ട് പകരം അതേ സ്പേസിൽ തന്നെ പവർ ബാങ്കിൻ്റെ ബോർഡ് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ അയച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് ഇനി ആ പവർ ബാങ്കിൻ്റെ ബോർഡ് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ കേസിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് നല്ലോണം സെറ്റാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എത്ര ബാക്കപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒരു നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് കത്തിച്ച് കണ്ട് നോക്കണം.